നമസ്കാരം. ട്രംപ് ചുമതലയേറ്റതിനു ശേഷം ലോകക്രമത്തിൽ പൊടുന്നനെ പല മാറ്റങ്ങളും വന്നു. പരമ്പരാഗതമായി യൂറോപ്പും അമേരിക്കയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അജണ്ട സൃഷ്ടിക്കുകയും ആ അജണ്ടയുടെ ഭാഗമായി ലോകക്രമത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നു. യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികളുടെ പ്രധാന ശത്രുവായ റഷ്യയുമായി അമേരിക്കൻ പ്രസിഡന്റ് സഖ്യം കൂടിയിരിക്കുന്നു. അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി യുദ്ധത്തിനിറങ്ങിയ യുക്രൈനെ മൂലക്കിരുത്തിക്കൊണ്ട് അവർക്ക് നഷ്ടം വരുന്ന തരത്തിലുള്ള ഒരു ധാരണാപത്രത്തിലേക്ക് അമേരിക്ക മുന്നേറുകയാണ്. ഏതാണ്ട് 500 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ലാഭം അമേരിക്കയ്ക്ക് കിട്ടുന്ന തരത്തിലുള്ള കരാറിൽ ഒപ്പിടാൻ യുക്രൈനെ നിർബന്ധിച്ചു. ആദ്യം പ്രതിഷേധിച്ച് വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ട്രംപിന്റെ കാലിൽ പിടിച്ച് ഒപ്പിടാൻ വേണ്ടി ചെല്ലേണ്ടി വന്നു. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത 5 പ്രവിശ്യകൾ യുക്രൈന് നഷ്ടമാകും. അതേസമയം റഷ്യയിൽ നിന്നും യുക്രൈൻ പിടിച്ചെടുത്ത ഒരു പ്രവിശ്യ തിരിച്ചു കൊടുക്കുകയും വേണം. അതിനൊക്കെ പുറമെയാണ് ഏറ്റവും ഒടുവിൽ പുതിയൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ട്രംപിനോട് പിണങ്ങിയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആ പദവിയിൽ നിന്നും രാജിവെക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും സെലൻസ്കി മത്സരിക്കാൻ പാടില്ല എന്നും ട്രംപ് നിബന്ധന വച്ചിരിക്കുന്നു. അങ്ങനെ വഷളായിരിക്കുന്ന പാശ്ചാത്യ ലോകത്തെ നയതന്ത്ര സംവിധാനത്തിനിടയിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറി. ഒന്ന്, ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന, ട്രംപിനേക്കാൾ ആവേശത്തോടുകൂടി വംശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന എലൻ മസ്കിന്റെ എക്സിനെതിരെ തുടർച്ചയായി സൈബർ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം പോലും പൂർണ്ണമായും പ്രവർത്തിക്കാൻ എക്സിന് കഴിഞ്ഞില്ല. പഴയ ട്വിറ്ററാണ് എക്സ് എന്നോർക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ രാജാവാണ് എക്സ്. എക്സിനെതിരെ സൈബർ ആക്രമണം നടത്തിയത് യുക്രൈനാണ് എന്നാണ് മസ്ക് വിശ്വസിക്കുന്നത്. അതേക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ വലിയൊരു ദുരന്തം ബ്രിട്ടനിലെ യോർക്ക്ഷയർ തീരത്ത് കടലിൽ സംഭവിച്ചു. യോർക്ക്ഷയർ തീരത്തെ കടലിൽ നിന്നും ഏതാണ്ട് 13 നോട്ടിക്കൽ മൈൽ അപ്പുറം പാർക്ക് ചെയ്തിരുന്ന അമേരിക്കയുടെ ഒരു കൂറ്റൻ ഓയിൽ ടാങ്കറിനുമേൽ ഒരു പോർച്ചുഗീസ് കാർഗോ ഷിപ്പ് വന്ന് ഇടിക്കുകയാണ്. ഏതാണ്ട് 600 അടി നീളമുള്ള കൂറ്റൻ ഓയിൽ ടാങ്കർ ആയിരുന്നു അമേരിക്കയുടെ MV സ്റ്റെന ഇമ്മാക്കുലേറ്റ്. ഗ്രീക്ക് തുറമുഖത്ത് നിന്നും അമേരിക്കൻ സൈന്യത്തിനുള്ള ഇന്ധനവുമായി പോയതായിരുന്നു ഈ പടുകൂറ്റൻ കപ്പൽ. ജെറ്റ് ഫ്യൂവൽ അല്ലെങ്കിൽ വിമാന ഇന്ധനമായിരുന്നു ഇതിൽ നിറയെ ഉണ്ടായിരുന്നത്. 18,000 ടൺ എന്നാണ് കണക്ക്. 18,000 ടൺ എന്ന് പറഞ്ഞാൽ 1,42,000 ബാരലാണ്. ഇത്രയധികം വിമാന ഇന്ധനവുമായി പോയ MV സ്റ്റെന ഇമ്മാക്കുലേറ്റ് നിർത്തിയിട്ടിരുന്നപ്പോൾ പോർച്ചുഗീസ് പതാക ഏന്തിയ ഒരു കപ്പൽ, ഒരു കാർഗോ കപ്പൽ, അതും കൂറ്റൻ കപ്പലാണ്, MV സോലോങ് എന്നാണ് അതിന്റെ പേര്. ഈ കപ്പൽ വളരെ അപകടം പിടിച്ച ഒരു ഇന്ധനവുമായി, സൈനൈഡുമായി പോവുകയാണ്. ഈ സൈനൈഡുമായി പോകുന്ന കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന അമേരിക്കൻ കപ്പലിലേക്ക് അതിവേഗതയിൽ വന്നിടിച്ചു. അതിന്റെ സ്പീഡ് കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും ശ്രമിച്ചതായി റെക്കോർഡുകളില്ല. അതിവേഗതയിൽ, അതായത് വളരെ ആർക്കും കാണാവുന്ന പോലെ നിയമപരമായി എല്ലാവിധ മുന്നറിയിപ്പുകളോടും നിർത്തിയിട്ടിരുന്ന കപ്പലിലേക്ക് പോർച്ചുഗീസ് പതാക ഏന്തിയ ഈ സൈനൈഡുമായി വന്ന കപ്പൽ വന്നിടിക്കുകയാണ്. അതിവേഗതയിൽ, ഏതാണ്ട് 30 കിലോമീറ്റർ വേഗതയിൽ എത്തി എന്നാണ് കണക്ക് പറയുന്നത്. 30 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തി അത് വന്ന് ഇടിച്ച് സ്ഫോടനമുണ്ടാക്കി. സ്വാഭാവികമാണ്, അമേരിക്കൻ കപ്പലിൽ നിറച്ചിരിക്കുന്നത് ജെറ്റ് ഫ്യൂവൽ ആണെങ്കിൽ പോർച്ചുഗീസ് കപ്പലിൽ നിറയെ സൈനൈഡ് ആയിരുന്നു. ഈ സൈനൈഡുമായി അതൊന്ന് ഇടിച്ചു. സ്വാഭാവികമായും സ്ഫോടനമുണ്ടായി, അഗ്നി പടർന്നു. പെട്ടെന്ന് തന്നെ ജീവനക്കാരെ, ഏതാണ്ട് 30ഓളം ജീവനക്കാരെ 2 കപ്പലിൽ നിന്നും ഒഴിപ്പിച്ചു. പോർച്ചുഗീസ് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളെക്കുറിച്ച് വിവരമില്ല എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടയിൽ 2 കപ്പലുകളും ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തകർന്നു. അതിലെ മുഴുവൻ ഇന്ധനവും കടലിലേക്ക് പോയി കടലിന് തീപിടിച്ചു. കടലിന് തീപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ അപൂർവമായി മാത്രം സാക്ഷ്യം വഹിച്ചിട്ടുള്ള സംഗതിയാണ്. കടലിന് തീപിടിച്ചു, കാരണം അത്രയേറെ വലിയ സ്ഫോടനമാണ് സംഭവിച്ചത്. ആളുകളെ രക്ഷിച്ചെടുത്തത് ഭാഗ്യം, അതിനുള്ള ആധുനിക സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ട്. ഇതുണ്ടാക്കുന്ന നാശനഷ്ടത്തിന് ഒരു കണക്കുമുണ്ടാവില്ല. ഏതാണ്ട് 1,42,000 ബാരൽ ജെറ്റ് ഫ്യൂവൽ കടലിലേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു കപ്പൽ നിറയെ സൈനൈഡ് കടലിൽ വീഴുന്നു. ഇത് ശ്വസിക്കുന്നവർ പോലും രക്ഷപ്പെടാത്തത്ര ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാക്കുന്നതാണ്. ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തമായി ഇത് മാറും. മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങും. മനുഷ്യജീവിതത്തെയും ബാധിക്കാം. കാരണം ഇതില്ലാതാക്കാൻ കഴിയില്ല, കടലിൽ ലയിച്ചു പോയിരിക്കുന്നു. മത്സ്യസമ്പത്തിനെ മുഴുവൻ ബാധിക്കാം. മാത്രമല്ല, സ്വാഭാവികം കടലും കരയും തമ്മിലുള്ള വലിയ ബന്ധം നമുക്കറിയാം. അതുകൊണ്ട് വലിയൊരു പാരിസ്ഥിതിക ആഘാതമായി. നമ്മൾ പലപ്പോഴും പാരിസ്ഥിതിക ദുരന്തം കുറയ്ക്കാൻ, കാർബൺ അളവ് കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ്. അതിനിടയിലാണ് വലിയൊരു പാരിസ്ഥിതിക ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഈ ദുരന്തം സ്വാഭാവികമായി സംഭവിച്ചതല്ല, ഇത് അട്ടിമറിയാണ് എന്ന് കണക്കാക്കപ്പെടുന്നവരുണ്ട്. വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി
ഇതിൽ അട്ടിമറി സംശയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോ ബോധപൂർവം പോർച്ചുഗീസ് കപ്പലിനെ ഹാക്ക് ചെയ്ത് അപകടമുണ്ടാക്കിയതാണെന്ന് കണക്കാക്കപ്പെടുന്നവരുണ്ട്. കാരണം ഈ പോർച്ചുഗീസ് കപ്പലിന്റെ യാത്രാപഥവും അപകട സാഹചര്യവുമൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു അട്ടിമറിയാണെന്നാണ് അമേരിക്ക പോലും ആശങ്കപ്പെടുന്നത്. വൈറ്റ് ഹൗസ് അട്ടിമറി സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരു തരത്തിലും സ്ലോ ചെയ്യാതെ ഇത് വന്ന് നേരിട്ടിടിച്ചത് ഇത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതുപോലുള്ള ഒരു ആക്രമണമായിരിക്കാം, അമേരിക്കയുടെ മേധാവിത്വത്തിനെതിരെയുള്ള ആരുടെയോ നീക്കമായിരുന്നിരിക്കാം എന്ന് അമേരിക്ക ആശങ്കപ്പെടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ആരട്ടിമറിച്ചു? ചിലർ പറയുന്നു റഷ്യൻ ഹാക്കർമാരാണെന്ന്. റഷ്യൻ ഹാക്കർമാർ എന്തിനാണ് അമേരിക്കൻ കപ്പലിന് നേരെ അട്ടിമറി നടത്തുന്നത്? കാരണം അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ സ്വന്തമാണ്. ട്രംപും പുടിനും ചേർന്ന് ലോകക്രമം മാറ്റി എഴുതുകയാണ്. മറ്റു ചിലർ പറഞ്ഞു യുക്രൈന് പങ്കുണ്ടെന്ന്. ഹാക്ക് ചെയ്തതുപോലെ തന്നെ യുക്രൈൻ ഹാക്കർമാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. അതൊന്നുമല്ല, നിശബ്ദമായി കളി നോക്കിക്കാണുന്ന ചൈന അവരുടെ നീക്കമാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇത് സ്വാഭാവികമായ ഒരു അപകടമായി ആരും കണക്കാക്കുന്നില്ല. വലിയ കണക്കുകൂട്ടലുകളിൽ ബോധപൂർവം കൃത്യമായി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി ഒരു അട്ടിമറിയാണിതെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. മറൈൻ രംഗത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അപകടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ അപകടം സാധാരണ അപകടം പോലെയല്ല. ഇത് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട അട്ടിമറിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയും പോർച്ചുഗലും ബ്രിട്ടനും. കാരണം ബ്രിട്ടന്റെ തീരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ലോകക്രമത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അട്ടിമറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധമുണ്ടാകും എന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നു 3ാം ലോകമഹായുദ്ധത്തിന് വഴി തുറന്നു എന്ന്. യൂറോപ്യൻ രാജ്യങ്ങൾ കരുതലോടുകൂടി രംഗത്തിറങ്ങുന്നു. ഫ്രാൻസ് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഫ്രാൻസിന് അണ്വായുധ ശേഖരം അവർ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഫ്രാൻസിന്റെ അണ്വായുധ ശേഖരം യൂറോപ്പിന്റെ മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ തിരിച്ചടി നൽകും. നിങ്ങൾ ഹിറ്റ്ലറെ പോലെ സംസാരിക്കുന്നെന്ന് റഷ്യ പറഞ്ഞത്. ഇവിടെയൊക്കെ നിശബ്ദമായിരിക്കുന്ന രാജ്യമുണ്ട് ചൈന. വാസ്തവത്തിൽ ട്രംപിന്റെ നിലപാട് മാറ്റത്തിന്റെ പ്രധാന കാരണം ചൈനയെ ഒറ്റപ്പെടുത്താനാണ്. ചൈനയും റഷ്യയും തമ്മിലുള്ള ബാന്ധവം അത് വല്ലാത്ത ദോഷം ചെയ്യുമെന്നതുകൊണ്ട് ചൈനയും റഷ്യയും തമ്മിൽ അകറ്റി നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ട്രംപ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കപ്പൽ ദുരന്തമുണ്ടായിരിക്കുന്നത്. ബ്രിട്ടീഷ് യോർക്ക്ഷയർ തീരത്ത് കടലിന് തീപിടിച്ച സംഭവം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്.